ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ പഠിക്കുന്നത് സാധാരണയായിട്ട് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജനറേറ്റർ ഫംഗ്ഷൻ അതെങ്ങനെയാണ് ഈ ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ജനറേറ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് ഒരു ഇൻഫിനിറ്റ് ലൂപ്പാണ്. ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈൽ ട്രൂ എന്ന് കൊടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയാൽ നമുക്കറിയാം അത് ഒരിക്കലും സ്റ്റോപ്പ് ആകത്തില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ആകും. പക്ഷേ നമ്മൾ ജനറേറ്റർ ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഓരോ പ്രാവശ്യവും നമുക്കത് കോൾ ചെയ്യുമ്പം അത് എക്സിക്യൂട്ട് ആകും, പിന്നെ അത് പോസ് ആകും, പിന്നെ കോൾ ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യം അത് അടുത്ത വാല്യൂ ജനറേറ്റ് ചെയ്യും, അത് പോസ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എത്ര പ്രാവശ്യം വേണം. അത് ഇൻഫിനിറ്റി ലൂപ്പിലോട്ട് പോകത്തുമില്ല. അങ്ങനെയുള്ള ആക്സിഡൻ്റലായിട്ടൊരു സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു ക്രാഷ് ആകുന്നതോ സ്റ്റക്ക് ആകുന്ന പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർ എന്ന് പറയുക. ഇവിടെ ഞാൻ സീക്വൻസ് എന്ന് പറയുന്നു. സീക്വൻസ് എന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ ഒരു വേരിയബിൾ പറയാം, ലെറ്റ് നം ഇസ് ഈക്വൽ ടു 1. ഇവിടെ ഒരു വൈൽ ലൂപ്പ്, ഇൻഫിനിറ്റ് വൈൽ ലൂപ്പ് പറയുന്നു. വൈൽ ലൂപ്പ് പറയാൻ ഇവിടെ ഇൻഫിനിറ്റ് വൈൽ ലൂപ്പ് നമ്മൾ കണ്ടീഷൻ കൊടുക്കാതെ ട്രൂ എന്ന് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ഈൽഡ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ നം ഇൻക്രിമെൻറ്റ് കൊടുത്തേക്കുക, അല്ലെങ്കിൽ നം എന്ന് പറഞ്ഞാലും മതി, താഴെ ഇൻക്രിമെൻറ്റ് ചെയ്താലും മതി. ഇത് ഒരു ലൈനിലെല്ലാം നടക്കും. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ കോൺസ്റ്റ് SEQ പറഞ്ഞിട്ട് അതിലോട്ട് കോൾ ചെയ്യുന്നു ഈ ജനറേറ്റർ ഫംഗ്ഷനെ. ഇനി നമുക്ക് ഇവിടെ പറയാം console.log SEQ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയാം. അടുത്ത വാല്യൂ വരാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞായിരിക്കും ഒരു വാല്യൂ വരിക. ഇനി നമുക്കിതൊന്ന് കോപ്പി ചെയ്യാം. ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോഴായിരിക്കും ഇത് ഓരോ വാല്യൂ ജനറേറ്റ് ചെയ്യുക. ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോൾ ഇത് ഒരു വാല്യൂ ജനറേറ്റ് ചെയ്ത് പോസ് ചെയ്യും. ഇപ്പം ഞാൻ 3 പ്രാവശ്യം കോൾ ചെയ്തു. സോ 3 വാല്യൂ ഇത് ജനറേറ്റ് ചെയ്തിട്ട് ഇത് കണ്ടല്ലോ, ഇപ്പോൾ 1 2 3 എന്ന് കിട്ടി. അതായത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നോ ഓരോ പ്രാവശ്യം ഇത് കോൾ ചെയ്യും. ഈ ഇൻഫിനിറ്റ് ലൂപ്പിൽ ഒരെണ്ണം മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ. അതിനുശേഷം ഈ ലൂപ്പ് പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്യും, അതുപോലെ തന്നെ ഇത് പോസ് ചെയ്യും. ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോൾ അതൊരു വാല്യൂ റിട്ടേൺ ചെയ്യും, പിന്നീട് ഈ ഇൻഫിനിറ്റ് ലൂപ്പ് പോസ് ചെയ്യും. അങ്ങനെയാണ് ജനറേറ്റർ ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നത്.